എന്നോട് മാത്രം വന്നാ മതിയെന്ന് അവര് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാ, നമ്മൾ സംസാരിക്കുന്നൊക്കെ വേറൊരാൾ അറിയണ്ടെന്ന് കരുതിയാ ഞാൻ ടീച്ചറെ മാത്രം അകത്തേക്ക് വിളിച്ചത്. എന്താ സർ? പറയാം. ടീച്ചർ ഭാഗ്യവതിയാണ് കേട്ടോ. അതെന്താ സർ? ഞാനെന്ന് പറഞ്ഞില്ലേ, മോഷ്ടാക്കൾ മിക്കവാറും നിങ്ങളുടെ പുറകെ ബാങ്കിൽ വന്നിട്ടുണ്ടാവുമെന്ന്. CCTV പരിശോധിച്ചപ്പോ സംഗതി ശരിയായിരുന്നു. 2 പേർ നിങ്ങളുടെ പുറകെ കയറി വന്നു, നിങ്ങളുടെ പുറകെ ഇറങ്ങി പോവുകയും ചെയ്തു. ബാങ്കിൽ ട്രാൻസാക്ഷൻ നടത്തിയതുമില്ല. ഭാഗ്യത്തിന് അവരെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. അവന്മാരെ ഞങ്ങൾ പൊക്കി. ആരാ സർ അവര്? അങ്ങ് ആലപ്പുഴ അത്തിപ്പള്ളം കോളനിയിലുള്ള 2 പേരാ. അവന്മാര് 4 പേര് ചേർന്ന പരിപാടി നടപ്പാക്കിയത്. ഓരോരുത്തർക്കും 4000 രൂപ വെച്ച് പ്രതിഫലവും കിട്ടി. അയ്യോ, അപ്പോ എന്റെ 4 ലക്ഷം? ആ പണം വേറൊരു വഴിക്കാ പോയത്. അക്കാര്യം സംസാരിക്കാനാ ഞാൻ ടീച്ചറോട് വരാൻ പറഞ്ഞത്. എന്താ സർ? കോളനിയിലെ പിള്ളേരെ ഈ പണി ഏൽപ്പിച്ചത് വേറൊരാളാ, ഒരു ചെല്ലപ്പൻ. അവൻ അക്കരയുള്ളതാ, വടക്കേക്കരയില്. ചെല്ലപ്പൻ ഞങ്ങൾക്കൊരു സ്ഥിരം തലവേദന കേസാ. ഗുണ്ടായുസവും കൂലിത്തല്ലുവാ പ്രധാന പരിപാടി. ചെല്ലപ്പനെ ഞങ്ങൾ പിടികൂടി. ആദ്യമൊന്നും വാ തുറക്കാൻ കൂട്ടാക്കിയില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോ മെല്ലെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ബാങ്കിൽ നിന്ന് ടീച്ചർ കൊണ്ടുവരുന്ന പണം വഴിക്ക് വെച്ച് തട്ടിയെടുക്കാനുള്ള ജോലി അവനേൽപ്പിച്ചത് ഒരു സ്ത്രീയാണത്രേ. അതാരാ? ഒരു ഗംഗ. അന്വേഷിച്ചപ്പോ അവര് മാർത്താണ്ഡത്തെ വേലക്കാരിയാണെന്ന് അറിഞ്ഞു. അതുകൊണ്ടാ ഞാൻ ടീച്ചറോട് മാത്രമായി സംസാരിക്കാമെന്ന് കരുതിയതും കൂട്ടുകാരിയോട് പുറത്തിരിക്കാൻ പറഞ്ഞതും. മാർത്താണ്ഡത്തെ സ്കൂളിലാണല്ലോ ടീച്ചർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള നടപടി ടീച്ചറുമായിട്ട് ആലോചിച്ചിട്ടാകാമെന്ന് കരുതിയത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ ടീച്ചർക്ക് എന്തെങ്കിലും മാർഗം തോന്നുന്നുണ്ടോ? വീരഭദ്രൻ സാറിനോട് പറഞ്ഞിട്ടോ ഗംഗയോട് തന്നെ നേരിട്ട് സംസാരിച്ചോ? അങ്ങനെ എന്തെങ്കിലും വഴി? ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, പോലീസുകാരെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടുമല്ല. പോലീസാണ് പണം കണ്ടെടുക്കുന്നതെങ്കിൽ ടീച്ചർക്ക് അത് തിരികെ കിട്ടാൻ ചിലപ്പോ മാസങ്ങളെടുക്കും. എന്റെ ബാഗിൽ നിന്ന് പണം മോഷ്ടിച്ചത് അത്തിപ്പള്ളം കോളനിയിലെ 2 ആൾക്കാരാ. അവരെ ആ ജോലി ഏൽപ്പിച്ചത് വടക്കേക്കരയിലുള്ള റൗഡി ചെല്ലപ്പന. പണ്ടൊരിക്കൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ച അതേ ചെല്ലപ്പൻ. ചെല്ലപ്പനെ ആ ജോലി ഏൽപ്പിച്ചത് ഒരു സ്ത്രീയാ. ഏത് സ്ത്രീ? എന്റെ ബാഗിൽ നിന്നും മോഷ്ടിച്ച ആ 4 ലക്ഷം രൂപ കൈമാറിയതും അതേ സ്ത്രീക്കാ. കറുത്ത ക്രേറ്റ കാർ ഓടിച്ചിരുന്ന ഒരു സ്ത്രീ. അവരത് പിന്നിലിരുന്ന വ്യക്തിക്ക് കൈമാറി. കറുത്ത ക്രേറ്റ കാർ ദാ ആ മുറ്റത്ത് കിടപ്പുണ്ട്. അത് ഓടിച്ചിരുന്ന സ്ത്രീ ദാ എന്റെ മുന്നിലും. ആര്? നീ തന്നെ. ഇത്രയും വിവരങ്ങള് ഞാൻ പോലീസിനോട് പറഞ്ഞ അടുത്ത നിമിഷം നിങ്ങൾ 2 ആളും അഴിക്കുള്ളിലാകും. ഇതൊക്കെ ആര് പറഞ്ഞു? വെറുതെ നുണ പറയില്ല കേട്ടോ. ശരി, എങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞോളാം. സത്യമാണോന്ന് അവര് കണ്ടുപിടിച്ചോളും. നിക്ക്. നിനക്ക് എന്താ വേണ്ടതിപ്പോ? എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട 4 ലക്ഷം രൂപ അതെനിക്ക് കിട്ടണം. വൈകിട്ട് സ്കൂളിലെ ലാസ്റ്റ് ബെല്ല് അടിക്കുന്നതിന് മുൻപ് എന്റെ 4 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കണം. അത് നീയല്ല, നിന്റെ കൊച്ചമ്മ തന്നെ എനിക്ക് തരികയും വേണം. ലാസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞ
ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാകും പോവുക. ഈ കഥകളെല്ലാം അവിടെ പറയുകയും ചെയ്യും. അതൊന്നും വേണ്ടെങ്കിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് പണം എന്റെ കയ്യിലെത്തിയിരിക്കണം. ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മൂന്നുപേർക്കും മാത്രമേ അറിയൂ. അതങ്ങനെ തന്നെ ഇരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇവിടുത്തെ കാറ്റിന്റെയും മറ്റും രസം പിടിച്ചിരുന്ന് പിന്നെ അങ്ങോട്ട് പോകാനും തോന്നില്ല. അതോടെ വീണ്ടും നിന്റെ പഠനം അവസാനിക്കും. ഇപ്പൊ അത്യാവശ്യം അച്ഛന്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ലേ. പഠിത്തമൊക്കെ അത് കഴിഞ്ഞാലും നടക്കുമല്ലോ. അങ്ങനെ നടക്കുമായിരുന്നെങ്കിൽ എത്ര പണ്ടേ നീ പഠിച്ചേനെ. എന്ത് കാരണം കൊണ്ടായാലും ഇത്തവണ നിന്റെ പഠനം മുടങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനത്തിലെത്തി. എനിക്ക് പനി വന്ന് ഇവിടെ തങ്ങേണ്ടി വന്നതുകൊണ്ടാണല്ലോ നീ ഇവിടെ നിൽക്കേണ്ടി വന്നത്. തിരിച്ചു പോകാത്തതും ആ കാരണം പറഞ്ഞാണല്ലോ. അതുകൊണ്ട് ഞാനും നിന്റെ ഒപ്പം നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. നാട്ടിലേക്കോ? അച്ഛൻ അങ്ങനെ യാത്ര ചെയ്യാനൊന്നും ആയിട്ടില്ല. ഒരാഴ്ച കൂടി കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ തന്നെ നമ്മൾ പുറപ്പെടുന്നു. അയ്യോ, നാളെയോ? നാളെയൊന്നും പറ്റില്ല അച്ഛാ. അല്ല, നിനക്ക് വരാൻ താല്പര്യമില്ല, നീ വരണ്ട. ഇവിടെ താമസിച്ചോ, കൂട്ടിന് മുഴുവനും ഉണ്ടല്ലോ. മോനെ, അതൊക്കെ മൂഢവിശ്വാസങ്ങളാ. ഒന്നുകിൽ അയാൾക്ക് വേണ്ടത്ര അറിവില്ല, അല്ലെങ്കിൽ അയാൾ അറിഞ്ഞുകൊണ്ട് നിന്നെ പറ്റിക്കുക. ആശാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല അമ്മേ. ആഞ്ജനേയ സ്വാമിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ബ്രഹ്മചര്യവ്രതം കർശനമായിട്ട് പാലിച്ച് ജീവിക്കുന്ന ആശാൻ നുണ പറയില്ല. നിന്നെ ഞാൻ ഇനി എങ്ങനെയാ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്? അയാളൊക്കെ പറയുന്ന അബദ്ധങ്ങൾ കേട്ട് സ്വന്തം ജീവിതം അവതാളത്തിലാക്കല്ലേ കണ്ണ. ഈ പ്രായത്തിൽ പഠിക്കാൻ നിനക്ക് കിട്ടുന്ന നല്ലൊരു അവസരമായത്. അത് പാഴാക്കിയ നീ ജീവിതകാലം മുഴുവനും ദുഃഖിക്കേണ്ടി വരും. ആയമേ, ഒന്ന് പതുക്കെ പറ, അച്ഛൻ കേൾക്കണ്ട. ഇവൻ ഇങ്ങനൊരു സാധുവായി പോയല്ലോ. എന്താ അമ്മേ, ഇവൻ വീണ്ടും പഠനം നിർത്തിയോ? പഠനം നിർത്തിയിട്ടൊന്നുമില്ല അങ്ങുന്നേ. പിന്നെ ഇന്നെന്താ പോകുന്നില്ലേ? ഈ നേരത്തെ കണ്ടല്ലേ നിന്റെ ട്യൂഷൻ? ആ കാര്യം പറഞ്ഞോണ്ടിരുന്നത്. ഇന്ന് നേരെ എത്ര ആയില്ലേ, അതുകൊണ്ട് നാളെ മുതൽ പോകാമെന്ന് പറയായിരുന്നു. താമസിച്ചെന്നാ അത് ടീച്ചർക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ടാ. അല്ലേലും ടീച്ചർമാർ അങ്ങനെ ആയിരിക്കണം. എങ്കിലേ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പേടിയും ബഹുമാനവും ഉണ്ടാവും. നാളെ മുതൽ ഞാൻ പോയിക്കോളാം അച്ഛാ. ശരി, ഇത്രയും ദിവസം പോയില്ലേ, ഇനി ഇന്നോട് അങ്ങ് പോട്ടെ. നാളെ മുതൽ മുടങ്ങാതെ പൊയ്ക്കോണം. ശരി, ഞാൻ ആ ടീച്ചറെ വിളിച്ച് ചോദിക്കും. അതൊക്കെ വേണോ അച്ഛാ? അതെന്താടാ, കുട്ടികളുടെ പഠനകാര്യം മാതാപിതാക്കൾ അന്വേഷിക്കുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ. അത് കണ്ണൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല അങ്ങുന്നേ. ഇത്രയും വലുതായ സ്ഥിതിക്ക് ഇനി അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നത് വേണോന്നാ. അതൊക്കെ നിനക്ക് നാണക്കേട് തോന്നാത്ത വിധത്തിൽ ഞാൻ അന്വേഷിച്ചോളാം. നീ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ തോട്ടത്തിലൊന്ന് പോയി നോക്കാന്ന് കരുതി ഇറങ്ങിയതാ. ശരി, എങ്കിൽ പോയിട്ട് വാ. ശരി. ആയമ്മ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഒരു കാര്യം കൂടെ ചെയ്യണം. എന്താ അങ്ങുന്നേ? എല്ലാവരും പറഞ്ഞിട്ടും അവൻ അനുസരിക്കാതിരുന്നതാ ആയമ്മ സാധിച്ചത്. ദേവൻ വീണ്ടും പഠിക്കാൻ ആരംഭിച്ചതേ. അതുപോലെ ഇനി അവനെ കൊണ്ട് കല്യാണത്തിനും കൂടെ ഒന്ന് സമ്മതിപ്പിച്ചെടുക്കണം. ആയമ്മ വിചാരിച്ചാൽ അതും നടക്കും. അത് തന്നെയാ അങ്ങുന്നേ എന്റെയും ഉദ്ദേശം. അണ്ണൻ കല്യാണം കഴിച്ചതറിഞ്ഞ് ടീച്ചറും വേറെ ഏതോ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുക. ആ സുനന്ദ ടീച്ചർ എന്നോട് പറഞ്ഞതാ.